ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളങ്ങനെ ഒക്കെ ഹെൽത്തിന് പോവുകയാണ്. ഒക്കെ ഹെൽത്ത് എന്ന് വെച്ചാൽ ഒക്കുപേഷണൽ ഹെൽത്ത്, അതായത് നമ്മുടെ നാട്ടിലെ മെഡിക്കലിന് പോവുകയാണ്. അത് ഞങ്ങളുടെ ഹോസ്പിറ്റലല്ല, ഇവിടെ നിന്ന് കുറച്ച് ഒരു 40 മിനിറ്റ് യാത്ര ചെയ്യണം. തുലമൂർ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ് നമ്മൾ പോകുന്നത് ഒക്കുപേഷണൽ ഹെൽത്തിന്. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ അതിൻ്റെ ഭംഗി ഞങ്ങളൊന്ന് ആസ്വദിക്കുകയായിരുന്നു ഗൈസ്. ഞങ്ങളങ്ങനെ നടന്നൊന്ന് ആക്ച്വലി ഒക്കുപേഷണൽ ഹെൽത്തിൽ ചെന്ന് കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടൈം തന്നിട്ടുണ്ട്, അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിനനുസരിച്ചിട്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യണം. അപ്പം തലവേദന എടുക്കുമെന്നായപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയതാണ് ഞങ്ങൾ. ജഗ്ഗു ഹായ്. എന്താ ജഗ്ഗു, എന്താ പറയണ്ടേ? Hi guys, we are coming here to Colombo Hospital for the occupational health checkup. And right now we have with us one of our Philippines. He is Amy. So now we are going for a coffee. We will get it for free in our hospital. Oh my God! We can see this around. Come on, Amy. It's not your legs. ജഗ്ഗു എന്ന് വിളിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരുത്തനാണ്. അവന് ജഗത്പതി എന്നാണ് പറയുന്നത്, ഒരു ഒറീസക്കാരനാണ്. ഞങ്ങൾ അവനെ ജഗ്ഗു എന്നാണ് ഷോർട്ടായിട്ട് വിളിക്കുന്നത്. ഞാനിടയ്ക്ക് ജഗ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ ആക്ച്വലി റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ്, സ്റ്റാഫ് റെസ്റ്റോറൻറ്റ് തപ്പി. ഫൈനലി ഞങ്ങൾ കണ്ടുപിടിച്ച സ്റ്റാഫ് റെസ്റ്റോറൻറ്റിൽ. അവിടെ ചെന്ന് ഞങ്ങൾ സാൻഡ്വിച്ച്, അവൾ ടോസ്റ്റ്, അവൻ ബ്രെഡ് ജാമാണ് എടുത്തത്. ഞങ്ങൾ ഓരോ ചായ കുടിച്ച് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അധികം നേരം നമ്മൾ സ്പെൻഡൊന്നും ചെയ്തില്ല. ആക്ച്വലി ഒക്കെ ഹെൽത്ത് തൊട്ടപ്പുറത്ത് ഒരു ബിൽഡിംഗ് ആണ്, സെപ്പറേറ്റ് ബിൽഡിംഗ് ആണ്, ഹോസ്പിറ്റലിൻ്റെ അകത്തല്ല കേട്ടോ. ചുമ്മാ ഞങ്ങൾ ക്യാൻറ്റീനിൽ വന്നപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ സെഷനൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് തിരിച്ച് ഒക്കുപേഷണൽ ഹെൽത്തിൽ പോയി. പിന്നെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ മനുഷ്യനെ കണ്ടോ ഗൈസ്, മെറ്റലൂൺ ഉണ്ടാക്കിയത് എങ്ങാണ്ടോന്ന് തോന്നുന്നു. ഞങ്ങൾ പതുക്കെ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നേരെ ഒക്കുപേഷണൽ ഹെൽത്തിൽ പോയി 1 മണിക്കൂർ പിന്നെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഓരോരുത്തരുടെ കഴിഞ്ഞ് ഒരു നേരമായി. പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്ഥലത്തേക്ക്, മുളങ്കാറിലേക്ക് യാത്രയായി ഗൈസ്. ഈ ആദ്യമായിട്ട് വരുന്നവർക്ക് ഒക്കുപേഷണൽ ഹെൽത്ത് എന്നൊക്കെ പറയുമ്പോൾ വളരെ വലിയൊരു കാര്യമായിട്ട് ഒന്നുമില്ല കേട്ടോ. നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്ത മെഡിക്കലിൻ്റെ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കും, വെരിഫൈ ചെയ്യും. പിന്നെ ഇവിടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയും. ഹായ്, ഇവിടെ എല്ലാവരും ഉറങ്ങി. ഞങ്ങൾ കുറച്ച് പേര് മാത്രം ഫുൾ ഓണായിട്ടിരിക്കുന്നുള്ളൂ കേട്ടോ. ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നീങ്ങുകയാണ്. ഈ ഓരോ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് കേട്ടോ. ആക്ച്വലി നല്ല രസമാണ് ഫ്രണ്ട്സ് ഇതെല്ലാം കാണാനും ആസ്വദിച്ചിരിക്കാനും. നമുക്ക് ആക്ച്വലി ഉറക്കമൊന്നും വരില്ല കേട്ടോ. ഇതെല്ലാം കണ്ടിങ്ങനെ എന്ത് രസമാണ് മരങ്ങളൊക്കെ കാണാനറിയാം. പിന്നെ വീടുകളാണെങ്കിലും എന്താ ഈ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ സഞ്ചാരമൊക്കെ കാണുമ്പം സ്കാൻഡിനേവിയൻ മോഡലിലുള്ള വീടുകളും കൊട്ടാരങ്ങളും, സത്യം ആ പ്രാചീന കാലത്തേക്ക് അവരിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു കേട്ടോ. വരുന്ന വഴിക്ക് ഒരു പള്ളി കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പള്ളി പ്രത്യേകമായിട്ടൊരു വീഡിയോ എടുത്തത്. നല്ല രസമാണ് അതിൻ്റെ ആ ഒരു ആംബിയൻസൊക്കെ കാണാൻ. സറൗണ്ടിങ്സ്, ഇരിക്കാനുള്ള സ്ഥലങ്ങൾ വളരെ മനോഹരമായിരുന്നു കണ്ടു പോകാൻ. എനിക്കറിയില്ല, പെട്ടെന്ന് സമയം പോയി. കുറേ വീടുകൾ, ആക്ച്വലി നമുക്ക് ഈ ഷോപ്സ് ഏതാണ് വീടുകൾ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു കേട്ടോ. നല്ലൊരു യാത്രയായിരുന്നു. സോ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.